ഹലോ ഗേയ്സ്, ഞങ്ങളുടെ തൊടിയിലോട്ട് പോവുകയാണ്. ഞങ്ങൾ വന്നിട്ട് 3-4 ദിവസമായി. പക്ഷേ ഞങ്ങൾ താഴത്തോട്ടൊന്നും ഇറങ്ങാൻ സമയം കിട്ടിയില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ തൊടിയിലോട്ട് പോവുകയാണ്. എല്ലാവരും പോന്നോളൂ. അതിലേ വാ. ആ ബാ എല്ലാവരും വാ. ഇതാണ് ഞങ്ങളുടെ ബോൺസായി ചെമ്പകം. ഇത് ഒരുപാട് വർഷമായിട്ട് ഉള്ളൊരു ചെടിയാണേ. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റിലുള്ള ഭാഗം. അപ്പം ഞങ്ങൾ താഴത്തോട്ട് പോവുകയാണ്. ഞങ്ങളുടെ കറിവേപ്പില മരമാണിതേ. ഇവിടെ കുറച്ച് 3-4 കറിവേപ്പില മരമുണ്ട് ഞങ്ങൾക്കിവിടെ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ താഴെ നിന്നുള്ള വ്യൂ ആണേ. ഇനി നമുക്ക് ഞങ്ങളുടെ തൊടിയിലോട്ട് പോകാം. അപ്പം നമുക്ക് തൊടിയിലോട്ട് പോവാം. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ കശുമാങ്ങ മരമാണ്. കശുമാങ്ങ മരം. പിന്നെ ഇവിടെ വാഴയുണ്ട്, പ്ലാവുണ്ട്. ഇത് ഞങ്ങളുടെ വാഴക്കുട്ടിയാണ്. വാഴക്കുട്ടി. പിന്നെ ഇത് ഞങ്ങളുടെ തെങ്ങാണ്. പിന്നെ ഇവിടെ കുറേ കറിവേപ്പില, ഒരുപാട് കറിവേപ്പില മരങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതൊത്തിരി വലുതായി. ഇതിലും വലുതായിരുന്നു, വെട്ടി നിർത്തിയേക്കുവാണ് ഞങ്ങൾ. പ്ലാവും ഇതുപോലെ തന്നെ ഞങ്ങൾ വെട്ടി നിർത്തിയേക്കുവാണ്. പിന്നെ ഞങ്ങളുടെ ഒരു മാവുകളുണ്ട്. ഇതൊരു മാവാണ്. പിന്നെ ഇവിടെ വേറൊരു കുറ്റിമാവുണ്ട്. ഇതിൽ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാങ്ങ ഉണ്ടായിട്ടുണ്ട്. 4 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ മാങ്ങയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ മോള് വനഷ്മിയ. ഇത് ഞങ്ങളുടെ മോള് ഒരു 9 മാസമായി നട്ടിട്ട് അവക്കാട ചെടിയാണ്. അവളിങ്ങനെ ഡെയിലി വന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനത്രമാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത വർഷം നമുക്ക് അവക്കാട കഴിക്കുമായിരിക്കും അല്ലേ രശ്മിയ? പിന്നെ അടുത്ത മാവും ഞങ്ങൾക്ക് ഇങ്ങനെ പൂക്കുന്നുണ്ട്. നല്ല പൂവൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. സപ്പോട്ട മരം ഉണ്ട്. അതും വലുതായി, ഏകദേശം ഒത്തിരി വലുതായിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞങ്ങൾ തിരിച്ച് വീണ്ടും മുകളിലോട്ട് കയറുകയാണ്. അപ്പുറത്ത് സ്റ്റെപ്പുണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലൊരു സ്റ്റെപ്പുണ്ട്. 2 സ്ഥലത്തും ഇതുപോലെ സ്റ്റെപ്പ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ ഞങ്ങൾ താഴെ നിന്ന് തന്നെ വെട്ടിയൊരു വാഴക്കൊലയാണ്, ഏത്തക്കൊലയാണിത്. ഞങ്ങളത് വാപ്പാടെ